ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ ശരീരം ഏത് നിമിഷവും നശിക്കാവുന്നതാണ്. പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിന് സ്ഥായിയായ ഒരവസ്ഥയില്ല എന്നത് ഒരു പരമാർത്ഥം മാത്രമാണ്. ഏത് നിമിഷവും പൊട്ടിത്തകരാവുന്ന ഒരു പളുങ്ക് പാത്രം മാത്രമാണ് നമ്മുടെ ഈ ശരീരം. ഈ ശരീരത്തിൽ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന ഈ സമയം ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നാം വിനിയോഗിക്കേണ്ടത്. ദേഹം ജലത്തിലെ പോള പോലെ മോഹിക്ക വേണ്ടതിൽ നീയല്ലാതെ, ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന ദേഹാതീത പൊരുൾ എന്നറിയൂ. ദേഹം ജലത്തിലെ പോള പോലെ, വെള്ളത്തിലെ ഒരു നേർക്കുമള, അത് എത്ര സമയമാണ് നിൽക്കുക എന്നറിയില്ല. വെള്ളത്തിൽ നിന്നുണ്ടായ ഒരു കുമിള അതെപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇതിനകത്തിരിക്കുന്ന ദേഹി ഇത് പൊട്ടുമ്പോൾ പൊട്ടുന്നില്ല. ഇതൊരു പരമസത്യമാണ്, നാം മനസ്സിലാക്കേണ്ടതും ആണത്. ദേഹം ജലത്തിലെ പോള പോലെ മോഹിക്ക വേണ്ടതിൽ നീയല്ലാതെ. ഈ ശരീരം എന്നത് നേർക്കുമളയ്ക്ക് സമാനമാണ്. നീ ഒരിക്കലും ഈ ശരീരം അല്ല, ശരീരം ആണ് ഞാനെന്ന് ഭ്രമിച്ചു പോയതാണ്. ആ ഭ്രമത്തെ നാം ഇല്ലാതെയാക്കണം. പിന്നെ നമ്മൾ ആരാ? ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന, ഈ ദേഹത്തിനും സാക്ഷിയായി നിൽക്കുന്ന, ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന, ആ ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന ദേഹാതീത പൊരുൾ എന്നറിയൂ. ദേഹത്തിന് അതീതമായിരിക്കുന്ന പൊരുളാണ് ഇതിനകത്തിരിക്കുന്ന ദേഹിയായിരിക്കുന്ന നാം ഓരോരുത്തരും. അത് ദേഹത്തിലിരിക്കുമ്പോൾ ദേഹിയെന്നും ദേഹം വിട്ടാൽ ആത്മാവെന്നും പറയുന്നു. വാസനകൾ പരിപൂർണമായി ഇല്ലാതെയായാൽ, പരിപൂർണ സ്വതന്ത്രമായാൽ അത് ഈശ്വരനുമാകുന്നു. ആ ഈശ്വരത്വത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ് ശരീരമാകുന്ന ഉപകരണം നമ്മൾക്ക് തന്നിരിക്കുന്നത്. വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ജീവിതം കൊണ്ടേ സാധിക്കുകയുള്ളൂ. കാരണം ജീവിതം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ജീവിതം കൊണ്ടുണ്ടാക്കിയ ഈ കർമ്മവാസനകളെ ജീവിതം കൊണ്ട് തന്നെ നശിപ്പിക്കണം. അതിനുള്ള അവസരമാണ് ജീവിതം. അതിനുവേണ്ടിയാണ് ശരീരമാകുന്ന ഉപകരണം തന്നിരിക്കുന്നത്. ഈ ഉപകരണത്തിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ആ പരമസത്യത്തെ ബോധിക്കാൻ. അത് ബോധിക്കാനുള്ള അവസരം നാം നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തെ നാം ശ്രേഷ്ഠമാക്കി തീർക്കുന്ന അവസരമാണ് നാം നഷ്ടമാക്കുന്നത്. അതിനാൽ നാം ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കിട്ടുന്ന ഓരോ നിമിഷത്തെയും നാം വിലയിരുത്തി അതിൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. ദേഹം ജലത്തിലെ പോള പോലെ മോഹിക്ക വേണ്ടതിൽ നീയല്ലാതെ, ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന ദേഹാതീത പൊരുൾ എന്നറിയൂ.